ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. അവന്റെ സ്ഥിരം സ്ഥലങ്ങളിലൊന്നും അവനെ കാണാനില്ലല്ലോ. സഞ്ജു എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവനെങ്ങാനും കിരീട കഴിച്ചെന്ന് പെട്ട് കാണുമോ? അവന്റെ 2-3 കൂട്ടുകാരുടെ വീട്ടിൽ പോയി നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല. അനിത, ഞാനൊരൽപ്പം തിരക്കില്ല. പിന്നീട് അങ്ങോട്ട് വിളിച്ചാ പോരെ? ഗോപാൽജി കട്ട് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ഗോപാൽജി പോലീസ് സ്റ്റേഷനിൽ എത്തണം. എന്താ കാര്യം? ഗോപാൽജിയുടെ മോൻ എവിടെയുള്ളത്? അവൻ വീട്ടിലുണ്ടല്ലോ. സഞ്ജുവിടെ സ്റ്റേഷനിലുണ്ട്. കൂടെ ഗിരിയുടെ പെങ്ങള് സ്വപ്നയും ഉണ്ട്. അവരിവിടെ അരവിന്ദാക്ഷൻ സാറിനോട് അവരുടെ കല്യാണം നടത്താൻ അപേക്ഷിച്ചോണ്ടിരിക്കുക. ആ പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് സെല്ലിലിട്. അവന് 4 തല്ലും കൊടുത്ത് അവിടെ ഇരുത്ത്. ഞാനിപ്പോ വരാം. ഗോപാൽജി, ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. ഇങ്ങനെയുള്ള ഗുണ്ടായിസ് ഒന്നും പോലീസുകാർക്ക് ചെയ്യാൻ പറ്റില്ല. ചെക്കനും പെണ്ണിനും പ്രായപൂർത്തിയായ സ്ഥിതിക്ക് പോലീസുകാർ നിസ്സഹായരാണ്. അതുമാത്രമല്ല പ്രശ്നം. ഗോപാൽജി സ്വപ്നയെ അപായപ്പെടുത്താൻ ഗുണ്ടകളെ അയച്ചു എന്നാ അവള് പറയുന്നത്. സഞ്ജു അവളെ രക്ഷിച്ചത്. അവരിവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താ ഗോപാൽജിയുടെ കാര്യം പോക്ക. എന്തോ ഭാഗ്യത്തിന് അവർക്കതിന് താല്പര്യമില്ല. അത് ഭാഗ്യമൊന്നുമല്ല, പേടിയാ. അവരെങ്ങാനും എനിക്കെതിരെ നിന്നാ ഞാൻ തീർത്ത് കളയുന്നുള്ള പേടി. അവര് രണ്ടുപേരെയും പരമാവധി ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്ക്. അവര് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഒരു വീണ്ടും വിചാരം ഉണ്ടാവണം. ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷേ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഒരു പോലീസുകാരിക്ക് ആ വിഷയത്തിൽ എത്രമാത്രം ഇടപെടാൻ കഴിയും? അതൊക്കെ എനിക്ക് മനസ്സിലാവും. നീ നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചാൽ മാത്രം മതി. ശരി ഗോപാൽജി. ഇവരെല്ലാരും കൂടി കുറച്ചു സമയത്തിനുള്ളിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്ന തോന്നുന്നേ. സഞ്ജുവിനെ എനിക്കതിനു മുമ്പ് കാണാൻ പറ്റിയാൽ മതി. എന്നെ കണ്ടാവും പേടിച്ച് പിന്മാറും. അതെനിക്ക് ഉറപ്പാ. ഗോപാൽജി വേഗം ഇങ്ങോട്ട് എത്തിയ വിഷയം ഇവിടെ വെച്ച് പരിഹരിക്കാം. ശരി, ഞാൻ ദായെത്തി. ശരി. അച്ഛാ, എന്തു പറ്റിയച്ചാ? ഇനി എന്താ പറ്റാനുള്ളത്? സഞ്ജു സ്വപ്നയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോടുന്നു. പോലീസുകാര് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ നിൽക്കുക. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അത് നടക്കില്ല. നീ നമ്മുടെ ആളുകളെ വിളിക്ക്. എത്രയും പെട്ടെന്ന് വരാൻ പറ്റുന്നവന്മാരോട് രജിസ്റ്റർ ഓഫീസിൽ എത്താൻ പറ. ശരി അച്ഛാ. ഗിരിഹണ്ണിത് എവിടെയോ? ചേച്ചിയാണല്ലോ വിളിക്കുന്നത്? ആ, എടുത്ത് സ്പീക്കറുണ്ട്. ഹലോ. മൂന്നിനിപ്പോ എവിടെയാ? ഞാനിപ്പോ വീട്ടിലാ. ഭാര്യയുടെ കൂടെ അടുക്കള ചെറിയ പരീക്ഷണങ്ങളിലാ. ഗിരിയേട്ടൻ എവിടെയാണെന്ന് മൂന്നൻ അറിയോ? ഇല്ല, ഞങ്ങളിപ്പോ പഴയ പോലെ സംസാരിക്കാറൊന്നുമില്ലല്ലോ. ഞാൻ കുറെ നേരമായിട്ട് ഗിരിയേട്ടനെ വിളിക്കാൻ ശ്രമിക്കുന്നു. കോള് കണക്ട് ആവുന്നില്ല. ആ, അവൻ ചിലപ്പോഴേ ആ ഗോപാലിന്റെ പഴയ ഗോഡൌണിലുണ്ടാവും. അവിടെ റേഞ്ച് തീരെ കുറവാണല്ലോ. മൂന്നിന് ഗിരിയേട്ടനൊന്ന് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? ഞാനോ? നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത സാഹചര്യമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ച് വലിയ പ്രശ്നം തന്നെയാ മോളെ. സ്വപ്നയും സഞ്ജയും ഇപ്പൊ സ്റ്റേഷനിലുണ്ട്. അവർക്ക് കല്യാണം കഴിക്കണമെന്നാ പറയുന്നത്. അപ്പോ സഞ്ജയ്ക്ക് സ്വപ്നയെ ശരിക്കും ഇഷ്ടമായിരുന്നോ? അവൻ ഗോപാലിനെ എതിർക്കാൻ ധൈര്യം കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല.
സ്വപ്നയുടെ കുഞ്ഞിന് വേണ്ടി എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തിയേ പറ്റൂ. ഗോപാലിനാണെങ്കിലോ ഈ വിവാഹം തടയാൻ ശ്രമിക്കും. സ്വപ്നയെ കൊല്ലാൻ അയാള് ഗുണ്ടകളെ അയച്ചു എന്നൊക്കെ പറയുന്നത്. ആ അത് നടക്കാൻ സാധ്യതയുണ്ട്. സഞ്ജുവിന്റെ കല്യാണം പ്രതിപക്ഷ പാർട്ടി സെക്രട്ടറിയുടെ മകളുമായിട്ടല്ലേ ഗോപാലൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഗോപാലൻ രാഷ്ട്രീയത്തോട് വിട പറയേണ്ടി വരും. അയാൾ എന്ത് വില കൊടുത്തും ഈ കല്യാണം തടയും. സ്വപ്നെ സഞ്ജയ് ഇവിടെയുള്ള വിവരം ഫ്രാൻസിസോ അനിതയോ ഇതിനോടകം ഗോപാലിനെ വിളിച്ചറിയിച്ചു കാണും. ഗോപാലൻ സ്റ്റേഷനിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവരെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. ഗോപാലൻ എന്തായാലും അവിടെ എത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും. പോലീസുകാർ മാത്രം വിചാരിച്ചാ അയാളെ തടയാൻ കഴിഞ്ഞൊന്നും വരില്ല. മുകുന്ദൻ എങ്ങനെയെങ്കിലും ഗിരിയേന്റെ വിവരം അറിയിച്ച് രജിസ്റ്റർ ഓഫീസിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കണം. അവൻ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കാം. ആ അത് മതി. ശരി, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. അല്ല സഞ്ജയ്, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. എന്നാ ഇറങ്ങല്ലേ മോളെ, വൈകിപ്പിക്കണ്ട. ശരി സാർ. രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. ആ വാ. വാ. അകത്തിപ്പോ ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കയറാം. നമ്മുടെ അത്യാവശ്യം പറഞ്ഞ നമ്മളെ നേരത്തെ കയറ്റി വിടില്ലേ? പിന്നെ കല്യാണത്തിന് വന്നവര് ഞങ്ങൾ കാത്തു നിൽക്കാൻ നിങ്ങൾ ആദ്യം കല്യാണം കഴിച്ചോന്ന് പറയും. മിണ്ടായിക്കടി. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. എടാ ചെക്ക, ഈ കല്യാണം നടന്ന ഗോപാൽജി നിന്നെ തള്ളി പറയും. പിന്നെ നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ആളുകളെ തോട്ടിയിടുമ്പോ സൂക്ഷിക്കണം. ഇപ്പൊ നിനക്കൊരു പണി കിട്ടിയാ അതും വാങ്ങി കരഞ്ഞോണ്ട് വീട്ടിൽ പോവുകയും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. വൈകുന്തോറും ഇവിടെ കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്കാ നീങ്ങുന്നത്. ഗോപാൽജിയും കൂട്ടരും വന്നാൽ എന്ത് ചെയ്യുന്നുള്ള പേടി എനിക്കുണ്ട് മോളെ. മോളെ ഗിരിയെ വിളിച്ചു നോക്കിയില്ലേ? കുറെ വിളിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല. ഗിരിയെന്നെ വിളിക്കാനായിട്ട് മുകുന്ദൻ പോയിട്ടുണ്ട്. അവര് കൃത്യസമയത്ത് വന്നാ മതിയായിരിക്കും. ഇവിടെയുള്ള പോലീസുകാരെ കൊണ്ട് ഗോപാൽജി എതിർക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. പൂരത്തിനുള്ള ആളുണ്ടല്ലോ. എല്ലാവരും ഉണ്ടല്ലോ. താനെന്താ ഇവിടെ? പോലീസുകാരിപ്പോ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിന് പകരം കല്യാണം നടത്താൻ ഇറങ്ങിന്നറിഞ്ഞു. അതൊന്ന് കാണാൻ വന്നതാ. പിന്നെ എല്ലാവരോടായിട്ടൊരു കാര്യം പറയാം. ഇവിടെ നിൽക്കുന്നവർക്ക് എന്തായാലും ഗോപാൽജിയുടെ ഗുണ്ടകളുടെ നിന്ന് നല്ല ഇടി കിട്ടും. ഈ ചെക്കനെ വിശ്വസിച്ച് നിങ്ങൾ നിൽക്കണ്ട.